അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ നാടുകടത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് ആണ് നാടുകടത്തേണ്ട 1.5 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയേക്കുന്നത്. ഇവരിൽ 17,940 പേർ ഇന്ത്യക്കാരുമാണ്. ഏകദേശം 18,000 പേരോളം വരും. മെക്സിക്കോ, എൽ സാൽവാഡോ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ശേഷം രേഖകളില്ലാത്ത കുടിയേറ്റ ഗ്രൂപ്പുകളിൽ ഇന്ത്യക്കാർ 3-ാം സ്ഥാനത്താണ് ഉള്ളത്. ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും. ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചേക്കുമെന്നാണ് സൂചന നൽകിയേക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് ഈ ഒരു വാഗ്ദാനവുമായി നിയുക്ത US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നേക്കുന്നത്. ഈ പ്രതിജ്ഞ നിറവേറ്റുവാനുള്ള ഒരുക്കങ്ങളായാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പൗരരെന്ന് വിശ്വസിക്കപ്പെടുന്നവരെ സ്വീകരിക്കാനാണ് വിദേശ സർക്കാരുകൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ICE പറഞ്ഞിരിക്കുന്നു. അധികൃതരുടെ ഏകോപനത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ICE ഇന്ത്യയെ സഹകരിക്കാത്തവരുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മടങ്ങിയെത്തുന്ന പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾ കാണിക്കുന്ന നിസ്സഹരണം അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഒരു തരംതിരിവ്. 15 രാജ്യങ്ങളെയാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുടിയേറ്റക്കാരെ പുറത്താക്കാൻ സൈന്യത്തെയും മറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെയും ഉപയോഗിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. മതിയായ രേഖകളില്ലാത്ത രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബർ ചാർട്ടേഡ് വിമാനത്തിൽ US തിരിച്ചയച്ചിരുന്നു. ജനുവരി 20-ന് അധികാരമേറ്റതിനു ശേഷം US ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പരിപാടി ആരംഭിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെ 2023-24 സാമ്പത്തിക വർഷത്തിൽ 1,100ഓളം പേരെയാണ് നാടുകടത്തിയതെന്ന് US ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ കണക്കിൽപ്പെടുന്നു.